നമസ്കാരം സുഹൃത്തുക്കളെ. അപ്പോൾ ഗ്ലോബൽ സിറ്റിയുടെ സെക്കൻഡ് എപ്പിസോഡ് വീഡിയോ ആണ് ഈ കാണുന്നത്. അപ്പോൾ ആദ്യ വീഡിയോ കാണാത്തവരാണ് എങ്കിൽ എൻ്റെ വീഡിയോ ലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ ഒന്നാമത്തെ പാർട്ടായിട്ടുള്ള വീഡിയോ അതിലുണ്ടാവും. അതിൽ ഞാൻ എങ്ങനെ ടിക്കറ്റ് എടുക്കണം, എത്ര രൂപയാണ്, ബാക്കിയുള്ളതൊക്കെ ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് അതിൻ്റെ കണ്ടിന്യൂ വെർഷൻ ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇത് അതിൻ്റെ കണ്ടിന്യൂ ആണ്. അവിടെ പോയി ആദ്യത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, ആദ്യത്തെ എൻട്രൻസ് ആയിട്ട് വരുന്നത് സൗദിയുടെ എൻട്രൻസ് ആണ്. ഈ സാധനങ്ങളൊക്കെ ഒഴിവാക്കില്ല. എന്നെത്തി നീ? ഇന്നെത്തി. ഓക്കെ. ഇവരെല്ലാം നമ്മുടെ സുഹൃത്തുക്കളാണ്. അപ്പോൾ ഇവരെ ഇവിടെ വെച്ചിട്ട് യാദൃച്ഛികമായിട്ട് ഇങ്ങനെ കണ്ടുമുട്ടിയതാണ്. എല്ലാവരും ഉണ്ട് ഇവിടെ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നല്ല തിരക്കാണ് ഇതിനകത്ത്. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് എൻട്രൻസ് ആയിട്ടുള്ള സൗദിയുടെ എൻട്രൻസിലോട്ടാണ് കയറുന്നത്. ഇതിനകത്ത് എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ വ്യക്തമായിട്ട് ഇത് കൊടുത്തിരുന്നു. ഫസ്റ്റ് വീഡിയോയുടെ കണ്ടിന്യൂ ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഏകദേശം സൗദിയുടെ കുറച്ച് സ്റ്റാർട്ടിങ്ങിലായിരുന്നു ഫസ്റ്റ് വീഡിയോ ഞാൻ കാണിച്ചിരുന്നത്. ഇതൊക്കെ സൗദിയിൽ ഫേമസ് ആയിട്ടുള്ള പെർഫ്യൂം ബ്രാൻഡുകളാണ്. അപ്പോൾ ഇവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് ആവശ്യം വേണമെങ്കിൽ സാധനങ്ങൾക്ക് പെർഫ്യൂംസുകൾ, അത്തറുകൾ, അതുപോലെ തന്നെ ഊത്, ഇങ്ങനെയുള്ള പല പല സാധനങ്ങൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് മേടിക്കാൻ പറ്റും. ഇതൊക്കെ ഓരോ പേരുകളാണ്. ഗോൾഡൻ കളറിൽ ഇതേപോലെ ഇങ്ങനെ ആക്കിയിട്ടുള്ള ഓരോ പേരുകളാണ് ഇതൊക്കെ. ഇത് മുബാറക്കിൻ്റെ എന്താണ് കൂടെ വന്നവരവിടെ എന്തോ കഴിക്കാനുള്ളൊരു സെറ്റപ്പാണ്. അല്ല എന്താണെന്ന് നോക്കാം നമുക്ക് കേട്ടോ. അതല്ല അതല്ല പക്ഷെ അതാ അസൽ അസൽ മാഷാ അസലാണ്. അസൽ മീൻസ് തേൻ തേൻ തേൻ. അല്ല എന്തൊക്കെ കൊട്ടുന്നു കേട്ടോ. ബവർ ബവർ മാഷാ അല്ലാ. ഇവിടെ എന്താ ഈ തേൻ ഉണ്ടോ? ഇത് ഹണിയാണ്. അതിന് വിത്ത് അതിൻ്റെ ഇതായിട്ടുള്ളത്. പ്രൊഡക്റ്റ് ഓഫ് ജർമ്മൻ്റെ സാധനമാണ്. മാഷാ അല്ലാ മാഷാ അല്ലാ. ഓക്കെ. ഇതൊരു സ്റ്റേജാണ്. ഇത് സൗദി പ്രോഗ്രാമുകളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വെച്ചാണ് നടത്തുന്നത്. ഇവിടെ അങ്ങനെ പ്രോഗ്രാമൊക്കെ നടക്കാറുണ്ട്. സൗദി വസ്ത്രങ്ങളാണ്. സൗദികൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന വസ്ത്രങ്ങളുടെ ഒരു ശേഖരങ്ങളാണിത്. ശുക്രൻ. صور بس. ഇതൊക്കെ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈ ഫ്രൂട്ട്സുകളും അതുപോലെ തന്നെ സ്പൈസസുകളുമാണ്. ഇതൊക്കെ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നതാണ്. നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് മേടിക്കാം. പലതരത്തിലുള്ള സ്വീറ്റ്സുകളുണ്ട്. ചെറിയ ചെറിയ പീസുകളായിട്ടുള്ള സ്വീറ്റ്സുകളുണ്ട്. അങ്ങനെ സൗദിയോട് ഗുഡ് ബൈ പറഞ്ഞു. അടുത്ത നമ്മൾ പോകുന്നത് ഈജിപ്തിലേക്കാണ്. അങ്ങനെ നമ്മൾ അടുത്തത് കയറുന്നത് ഈജിപ്തിലേക്കാണ്. ഈജിപ്റ്റ് എന്താണെന്ന് നോക്കാം നമുക്ക് കേട്ടോ. ഇവിടെയും ആദ്യം തന്നെ പർദ്ദകളുടെ ശേഖരം. ഈജിപ്തിൽ കയറുമ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെയൊക്കെ അറേബ്യൻ മോഡലിലുള്ള അറേബ്യൻ ഡിസൈനുള്ള കപ്പ്, അതുപോലെ തന്നെ ബൗളുകൾ, പ്ലേറ്റുകൾ, അങ്ങനെയുള്ള ഐറ്റംസുകളാണ്.
هذا ازرق ماليزي. انت كويس. انا بقيت واجد انا كده موجود. انا في انا كده في موجود بيتي هنا. അങ്ങനെ ഞങ്ങൾ ഈജിപ്തിൽ നിന്ന് ഇറങ്ങിയിട്ട് അടുത്ത കയറുന്നത് ഖലീജ് GCC GCC മീൻസ് വരുന്നത് 6 രാജ്യങ്ങളെയും കൂടെ ഒരുമിച്ച് ഒരു സ്ഥലത്താക്കിയിട്ട് അവിടെ ഉള്ള അതിലെല്ലാം പെടും. ഈ GCCയിൽ 6 രാജ്യങ്ങളുടെ തനതായിട്ടുള്ള എല്ലാ ഇതിനകത്തുണ്ടാവും. അവിടുത്തെ ഫേമസ് ആയിട്ടുള്ള പെർഫ്യൂംസ് ബ്രാൻഡുകൾ അതുപോലെ തന്നെ അങ്ങനെയുള്ള ഇതൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഇതിലിപ്പോൾ എനിക്ക് മെയിനായിട്ട് കാണാൻ പറ്റിയതാ ഇവിടെ ഒരു അടിപൊളി ഒരു ഐറ്റംസ് സാധനമുണ്ട്. ഇത് ഒമാൻ്റെ കൗണ്ടറാണ്. ഇത് കണ്ട 2 ഒമാനികളാണ് ഇവിടെ ഉള്ളത്. ഇവിടെ അവരുടെ ആ ഈ നമ്മൾ പുകയ്ക്കുകയൊക്കെ ചെയ്യുന്നില്ലേ, മണത്തിന് വേണ്ടിയിട്ടൊക്കെ പുകയ്ക്കുന്നില്ല, അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ഇതെന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് എനിക്ക് പറഞ്ഞുതരാൻ എനിക്കറിയില്ല. അപ്പോൾ അവിടെ വേറൊരു സാധനമുണ്ട്, ഒമാനി ഹലുവയാണ്. അതൊന്ന് നോക്കിയാലോ, നമുക്ക് നോക്കാം. അങ്ങനെ ടേസ്റ്റ് നോക്കിയപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഇതാ മേടിക്കുന്നു. വാ, ചെറിയത് വലിയ ക്വാണ്ടിറ്റി അല്ല, എന്നിരുന്നാൽ തന്നെ കുഴപ്പമില്ല, കൊള്ളാം, നല്ല രസമുണ്ടാവും. മാഷ നമ്മളങ്ങനെ മേടിച്ചു. ഫോട്ടോ മുഷ്കില ആശാനാഥ അഡ്വർടൈസിങ്. കോയ്സ് മാഷാല്ലാ മാഷാല്ലാ ഞങ്ങളതാ മേടിച്ചിട്ടുണ്ടേ. വാ, കൊള്ളാം, കണ്ട അടിപൊളി. എൻ്റെ ആ ഒരു ഇത് തന്നെ കൊള്ളാം. അങ്ങനെ ഒമാനി ഹൽവയാണ് ഞങ്ങൾ മേടിച്ചത്. ഹൽവ ഒമാനി. അയ്യോ, من سلطان صح؟ اي صح. അങ്ങനെ ഞങ്ങൾ മേടിച്ച ഹലുവ അങ്ങനെ ഞങ്ങൾ കഴിക്കുകയാണ്. എന്താണെന്ന് നോക്കാം. എങ്ങനെയുണ്ടല്ലോ? എന്താ പാട്? ടേസ്റ്റ് എന്താ പാട്? സൂപ്പർ തന്നെ. എനിക്കൂടെ തരി. അപ്പം അങ്ങനെ ഞാനും ടേസ്റ്റ് ചെയ്യാണ്. അമ്പട ബിസ്മില്ലാ. എടുക്കണം എൻ്റെ. അപ്പോൾ അലുവ ഞാൻ കഴിച്ചു, സൂപ്പറാണ്. ഓക്കെ, ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇനി വരുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ നിന്ന് അലുവ കഴിച്ച് കഴിച്ചോളി, കൊള്ളാം, അടിപൊളി സാധനം. ഞങ്ങൾ കൂടുതലല്ല, കുറച്ച്. ഇവിടെ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇത് കൂടുതലും സ്പൈസസാണ്. എല്ലാതരം സ്പൈസസ് പൊടികൾ ആക്കിയിട്ട് കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ അത് കണ്ട ജൈത്തൂൺ അച്ചാറുകളുണ്ട്, പലതരത്തിലുള്ള അച്ചാറുകളാണിത്. ഉപ്പിലിട്ടതെന്നൊക്കെ പറയില്ല നമുക്ക്. റോയൽ ഷത്തൂഷ് എന്ന് പറയുന്ന ഖത്തറിലെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു പെർഫ്യൂം കമ്പനിയാണ് ഇത്. റോയൽ ഷത്തൂഷ് ഉണ്ടോ, 1977 സ്ഥാപിതമായിട്ടുള്ള ഒരു കമ്പനിയാണ്. അവിടെയും പല പല എല്ലാ ഐറ്റംസ് ഉണ്ട്. ഓക്കേ, ഇത് ഊതാണ്. ഊത് പുകച്ചിട്ട് ഞങ്ങളുടെ ഡ്രസ്സിലോട്ട് ഇങ്ങനെ ആക്കി തരിക. അപ്പോൾ കുറേ നേരം മണം അതിൽ തന്നെ ഇങ്ങനെ നിൽക്കും. അതാണ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്നും ഇറങ്ങി, ഖലീജിൽ നിന്നും ഞങ്ങൾ ഇറങ്ങി. അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് നോക്കാം നമുക്ക് കേട്ടോ. അടുത്ത് ഞങ്ങൾ പോകുന്നത് ഇറാനിലോട്ടാണ് കേട്ടോ. ഇറാനിലാണ്. ഇറാനിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം നമുക്ക്. ഓക്കെ, ഇവിടെ നല്ല തിരക്കുണ്ട്. എല്ലാ സ്ഥലത്തും നല്ല തിരക്ക് തന്നെയാണ്. നമ്മൾ ഏത് ഗൾഫിൽ നോക്കിയിരുന്നാലും അവിടെ എല്ലാം പ്രാധാന്യം ഉള്ളതെന്ന് പറഞ്ഞാൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് പെർഫ്യൂംസിനാണ്. ഇതെന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഫ്രോണിൻ്റെ ഷോപ്പാണ്. സഫ്രോൺ കുങ്കുമപ്പൂവില്ലേ, കുങ്കുമപ്പൂവ്, അതാണ്. ഇറാനിയൻ കാർപ്പറ്റുകളാണ് ഇതൊക്കെ. ഇറാൻ കാർപ്പറ്റിനൊക്കെ മാർക്കറ്റിൽ നല്ല വിലയും അതുപോലെ തന്നെ ഡിമാൻഡും ഉള്ളതാണ് കേട്ടോ. സുഹാൻ ഇതെന്താണ് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇതെന്താ സംഭവം? പിസ്താച്ചിയോ? കുനാഫ
സുഹാൻ അയ്യോ ഇതെന്തെന്ന് മനസ്സിലായോ? ഇത് ഇവിടെ ഉണ്ട്, ആദിവാസികളുടെ തലമുടി വളരുന്ന മരുന്നെന്നും പറഞ്ഞുകൊണ്ടുള്ള സാധനം. ഇതൊക്കെ കട്ട് ഫ്രൂട്ട്സുകളാണ്. സ്ട്രോബെറി, റുമ്മാനില്ലേ, പോംഗ്രാനൈറ്റ്, പൈനാപ്പിള്. ഇത് ഇറാനിയൻ സ്റ്റേജാണ്. ഇവിടുത്തെ എന്തെങ്കിലും കലാരൂപങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഇവിടെ വെച്ചിട്ട് ഉണ്ടാക്കും. അത് ക്ലോസ് ചെയ്തിട്ടിരിക്കണം അതിനകത്ത്. ഇതെല്ലാം ഇറാനിയൻ മോഡലിലുള്ള തുകൽ ബാഗുകളാണ്. ലെതർ കൊണ്ടുണ്ടാക്കി, ലെതറാണ് കൂടുതൽ അതിൽ ഉപയോഗിച്ചിരിക്കുന്നത്, ലെതർ ബാഗുകൾ. ഇത് നല്ലൊരിതാണ്. ഇത് നമ്മുടെ ഹാത്യം, അതെ, മോതിരം. ഇതിന് എല്ലാ ഗൾഫ് കൺട്രിയിലും നല്ല ഡിമാൻഡാണ് കേട്ടോ. ഇത് തായ്ലൻഡാ? അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് തീരുന്നുണ്ട്. ഇതിൻ്റെ തുടർച്ചയായിട്ട് ഇനിയും അടുത്ത എപ്പിസോഡായിട്ട് വീഡിയോ വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ.